നമസ്കാരം. ഹലോ മുക്കത്തിൻ്റെ മീറ്റ് ദ കാൻഡിഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മുക്കത്തെ യുവജന നേതാവും 9ാം ഡിവിഷൻ മുത്തേരിയിലെ സ്ഥാനാർത്ഥി കൂടിയായ റാഷിദ് കുന്നത്താണ്. ശ്രീ റാഷിദ് കുന്നത്തിനെ മീറ്റ് ദ കാൻഡിഡേറ്റിലേക്ക് ക്ഷണിക്കുന്നു. ഏതൊരു മത്സരാർത്ഥിയും പോലെ ജയിച്ചു കഴിഞ്ഞാൽ ഡിവിഷനിൽ നടപ്പിലാക്കാൻ കരുതി വച്ചിരിക്കുന്ന കുറച്ച് പദ്ധതികൾ മനസ്സിലുണ്ടാവുമല്ലോ. പ്രഥമ പരിഗണന ഡിവിഷനിൽ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? പ്രഥമ പരിഗണന വീടിനും കുടിവെള്ളത്തിനുമാണ്. 5 വർഷം കഴിയുമ്പോൾ എൻ്റെ ഡിവിഷനിൽ വീടോ സ്വന്തമായി ഭൂമിയോ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് കുടിവെള്ളവും. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബവും എൻ്റെ ഡിവിഷനിൽ ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വീടില്ലാത്തവർക്ക് വീട് എന്നുള്ളത് ഒരു പരിധിവരെ ലൈഫ് പദ്ധതി റാഷിദിനെ സഹായിക്കും. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിക്കും ആ ഒരു പദ്ധതി സഹായിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ കുടിവെള്ളം അങ്ങനെയല്ല. അത് ഒരു ജനപ്രതിനിധിയുടെ ശക്തമായിട്ടുള്ള പങ്കാളിത്തവും കരുതലും വേണ്ടൊരു ശ്രദ്ധയും വേണ്ടൊരു മേഖലയാണത്. സ്ഥലം ഏറ്റെടുക്കൽ, ജനങ്ങളുടെ പങ്കാളിത്തം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. റാഷിദിന്റെ കയ്യിൽ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന പ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ? കഴിഞ്ഞ 5 വർഷം മാങ്ങാപ്പോയി ഡിവിഷനിൽ പ്രധാനമായും 4 കുടിവെള്ള പദ്ധതികളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് കുന്നത്ത് കുടിവെള്ള പദ്ധതിയാണ്. അത് പൂർണ്ണമായും പ്രവൃത്തി പൂർത്തീകരിച്ചതാണ്. പിന്നെ അടുത്തത് കേക്കുവീട്ടിൽ കുടിവെള്ള പദ്ധതിയാണ്. ഇത് 90% പ്രവൃത്തി പൂർത്തീകരിച്ചതാണ്. പിന്നെ കോരോത്ത് കുടിവെള്ള പദ്ധതി, മടത്തിൽ കുടിവെള്ള പദ്ധതി, ഈ 2 പദ്ധതിക്കും ഫണ്ട് വകയിരുത്തിയതാണ്. പിന്നെ ഡിവിഷനകത്തെ പ്രധാന കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത് കാഞ്ഞിരമുയി വായനശാല പരിസരം കുളമുള്ളകണ്ടി പ്രദേശത്താണ് കുടിവെള്ളത്തിന്റെ രൂക്ഷമായ പ്രശ്നമുള്ളത്. ഇത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ 2 മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ചെറുകാട് കുന്നിന്റെ മുകളിൽ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രദേശത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ട് ഈ പ്രശ്നം ഒരു 6 മാസം കൊണ്ട് തന്നെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും.